ഈ കാർഡ് വെട്ട് മെഷീൻ സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ കാർഡ് വെട്ട് മെഷീൻ്റെ പ്ലഗ് മാറ്റി സ്റ്റാർട്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതാണ്, ഈ ഭാഗത്താണ് പ്ലഗ് വരുന്നത്. അത് അഴിക്കാം. ഈ പ്ലഗിൻ്റെ ഈ ബോട്ട് ഇങ്ങനെ വലിച്ചു ഊരിയെടുക്കണം. അതിനുശേഷം ഇവിടെ പ്ലഗ് ഉണ്ട്. പ്ലഗ് അഴിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൂളുണ്ട്, പ്ലഗ് എക്സ്പാൻഡർ. ആ ടൂൾ വെച്ചിട്ട് ഈ വലിയ ഭാഗം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇറക്കി കൊടുക്കുക. കറക്റ്റാക്കിയിട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ ഈ സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കുക. അപ്പോൾ പ്ലഗ് ലൂസാവും. പ്ലഗ് ലൂസായതിനു ശേഷം നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ തിരിച്ചോ അല്ലെ പ്ലഗ് എക്സ്പാൻഡറിനോ ഇതാക്കിയെടുക്കാം. ഇതാ പ്ലഗ് ഫുള്ളായിട്ട് കറുത്തിട്ടൊക്കെ ഉണ്ട്, തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ടിങ് ട്രബിൾ വന്നത്. അത് കുറേ പഴയതാണ്. ഇത് മാറ്റിയിട്ട് നമുക്ക് വേറൊരെണ്ണം ഇടാം, പുതിയൊരെണ്ണം ഇടാം. ഇവിടെ അഴിക്കുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും കരിയോ ഇതൊക്കെ ഉണ്ടെന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് കാർബണാണ്. അത് എൻജിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എൻജിൻ സ്റ്റക്കായിപ്പോവും. ഇത് നമ്മുടെ പുതിയ പ്ലഗ്. ഇതിന് നമുക്ക് മെഷീനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് സിലിണ്ടറിൻ്റെ ത്രെഡ് നേരെ നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം അതൊക്കെ കൈകൊണ്ട് തിരിച്ച് കുറച്ച് ടൈറ്റാക്കുക. കൈകൊണ്ട് തിരിച്ച് ടൈറ്റാക്കിയതിന് ശേഷം ഈ സ്പാൻഡർ വെച്ചിട്ട് കറക്റ്റ് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ വലിയ ഭാഗം വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് ഒരു ചെറിയൊരു മീഡിയം ടൈറ്റ് വലിയ ബലം കൊടുക്കാതെ ടൈറ്റാക്കുക. അതിനുശേഷം ഈ ഇത് കണ്ട ഈ നടുക്കത്തെ ഓട്ടം അത് കറക്റ്റ് ഈ പ്ലഗിൻ്റെ ഈ ഭാഗത്ത് ചേർന്ന വിധത്തിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്ര മതി. അപ്പോൾ ഇത് നമ്മളതിൻ്റെ പ്ലഗ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ സ്വിച്ച് ഇപ്പോൾ ഊരി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി ഭാഗം. അപ്പോൾ സ്വിച്ച് ഇടേണ്ട ആവശ്യമില്ല. സ്വിച്ചിൻ്റെ വയറും കണക്ഷനിലൂടെ പെട്ടിട്ടുള്ളത്. അപ്പം സ്വിച്ചിൻ്റെ പ്രശ്നമില്ല. പിന്നെ അതിൻ്റെ അടിയിലൊരു ബൾബുണ്ട്, ഈ ഭാഗത്തായിട്ട് വരും. ആ ബൾബ് നമ്മളൊരു ഞെക്കി കൊടുക്കുക. ഒരു 4 മണിക്കയിൽ പെട്രോൾ നിറയ്ക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് വിട്ടാൽ മതി. അതിനുശേഷം ഇതിൻ്റെ ചോക്ക് വരുന്നത്, ചോക്ക് മുകളിലേക്ക് ആക്കുക. ചോക്ക് മുകളിലേക്ക് ആക്കിയിട്ട് ഒരു 2-3 തവണ കുക്കർ വലിച്ച് കഴിഞ്ഞാൽ മെഷീൻ സ്റ്റാർട്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെഷീൻ്റെ പ്ലഗ് മാറ്റുന്നത്.